മഴ തോരും മുന്നേ സീരിയലിന്റെ വരാനിരിക്കുന്ന അടുത്ത ആഴ്ചയിലെ ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ ശിവശങ്കറും രാജീവൊക്കെ സത്യങ്ങൾ അറിയുന്ന ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് മുഴുവനായിട്ട് കണ്ടുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ അലീനെ പുറത്താക്കാനായിട്ട് 18 അടവും വൈജ നോക്കിയെങ്കിലും അതൊന്നും തന്നെ നടന്നില്ല. ഏറ്റവും അവസാനം രാജീവിനെയും ശിവേനെല്ലാം വിളിച്ചു വരുത്തിയെങ്കിലും അതും പൊളിഞ്ഞു പോയി. അങ്ങനെ ഒരു ദിവസം അലീനയുടെയും ബാലചന്ദ്രന്റെയും അച്ഛനും മകളും തമ്മിൽ എന്ന പോലത്തെ സ്നേഹവും കരുതലൊക്കെ കാണുമ്പോ വൈജയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരും. വൈജ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ വല്ലവരും പിഴച്ചു പ്രസവിച്ച ഇവളെയൊക്കെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്? ഇല്ലടി, എനിക്ക് നാണമില്ല. ഇത്ര കാലം നിന്റെ കൂടെ നീ പറയുന്നതും കേട്ട് ഒരു വിഡ്ഢിയെ പോലെയല്ലേ ഞാൻ നടന്നത്. അതിലും വലുതല്ലല്ലോ ഇതൊന്നും. നീ ചെയ്തതുപോലെ നാണം കെട്ട പ്രവൃത്തിയൊന്നും ഞാൻ ഇതുവരെയായിട്ടും ചെയ്തിട്ടില്ല. ഞാനെന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? അത് നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്നോട് ചെയ്തിട്ടില്ല ആ നാണം കെട്ട പ്രവൃത്തി. അപ്പോ വൈജ പറയും, അധിക കാലം ഇവളെ ഇവിടെ വച്ച് പൊറപ്പിക്കാൻ ഞാൻ നിങ്ങളെ സമ്മതിക്കുമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആണോ എന്ന് നീ അങ്ങോട്ട് ചെയ്ത് കാണിക്കടി. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാനും ചെയ്തോളാം എന്നൊക്കെ ബാലേന്ദ്രൻ പറയുമ്പോ വൈജ അലീനയെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്നെ എന്റെ മക്കളെ ഇവിടുന്ന് പുറത്താക്കിയിട്ട് നിനക്ക് ഇങ്ങനെയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാന്ന് നീ കരുതേണ്ടടി. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ നിന്നെ ഇവിടുന്ന് പുറത്താക്കിയിരിക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വൈജ അങ്ങോട്ട് കേറിപ്പോകും. അപ്പൊ ബാലേന്ദ്രൻ അലീനയോട് പറയും, നീ അതൊന്നും കാര്യാക്കണ്ട മോളെ. അവൾ അങ്ങനെ പലതും പറയും. നിനക്കറിയില്ല അവളുടെ സ്വഭാവം. നീ അതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രനും അവിടെ നിന്ന് പോകും. എന്നാൽ വൈജയുടെ ഒരു പ്രവൃത്തികളും കുത്തുവാക്കുകളെല്ലാം കേൾക്കുമ്പോ അലീന അവിടെ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. എന്നാണ് എന്റെ അമ്മ എന്നെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ വരണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നത് കൊണ്ട് എന്റെ അമ്മയുടെ ജീവിതം ഇപ്പൊ തകർന്നു പോയി എന്നൊക്കെ ചിന്തിച്ചോണ്ട് അലീന അവിടെ നിൽക്കും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ആകെ ദേഷ്യം പിടിച്ച് മനസ്സ് തകർന്നു നിൽക്കുന്ന വൈജയായിരിക്കും. വൈജ പറയുന്നുണ്ട്, കാണിച്ചു തരാം ഞാൻ. എല്ലാരും എന്നെ തോൽപ്പിച്ചു അല്ലേ? ആ അടുക്കളക്കാരിയുടെ മുന്നിൽ ഞാൻ വീണ്ടും തോറ്റുപോയി. ഇനി രാജീവേട്ടനെ കൊണ്ടും ശിവേട്ടനെ കൊണ്ടും ആരെ കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇനി എന്തിനു ജീവിച്ചിരിക്കണം? ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ സമതല തെറ്റിയ പോലെയാണ് വൈജയുടെ പെരുമാറ്റം. അങ്ങനെ ഇരിക്കെ വൈജയ് ശിവശങ്കർ ഫോണിൽ വിളിക്കുന്നുണ്ട്. ആ വൈജയ്, എന്താണ് അവിടുത്തെ പാട്? എന്ത് പാട്? നിങ്ങളെല്ലാം കൂടിയല്ലേ എന്റെ ജീവിതം നശിപ്പിച്ചത്. എനിക്ക് വിവാഹം വേണ്ടെന്ന് എത്ര തവണ നിങ്ങളോടെല്ലാം പറഞ്ഞു. എന്നിട്ട് നിങ്ങളൊക്കെ കേട്ടോ? ഇപ്പോഴുള്ള എന്റെ ജീവിതം കണ്ടിട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കി. ആ നാശം പിടിച്ചവളെ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളൊക്കെ നാട്ടിലേക്ക് വന്നത്. എന്നിട്ട് നിങ്ങളെ കൊണ്ട് അതിന് പറ്റിയോ എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൈജ ചോദിക്കാണ്. അപ്പൊ ശിവേട്ടൻ പറയും, നീ കരയാതിരിക്കി. നിന്റെ കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകില്ല. എന്തായാലും ഞാൻ ഗംഗേട്ടൊന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവരും വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ വൈജ പറയും, ഗംഗേട്ടൻ വരുന്നത് വെറുതെയാണ്. അങ്ങനെ ബാലേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. ഇനി ആരും ഒന്നും ചെയ്യണ്ട. ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തോളാം. ഞാൻ ജീവിച്ചിരുന്നാലല്ലേ എനിക്കിതെല്ലാം കാണേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മരിച്ചോളാം. വൈജ, നീ എന്തൊക്കെയാണ് പറയുന്നത്? നീ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്കും അവൾക്കും സുഖമായില്ലേ? നീ പിന്നെ നിന്റെ മക്കളുടെ കാര്യം ആലോചിച്ചിട്ടുണ്ടോ? നീ കടുങ്കയൊന്നും ചെയ്യരുത്. അവളെ ഞാൻ പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്താക്കിയിരിക്കും. അതുവരെ നീ ഒരു കടുങ്കയും ചെയ്യരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ അവിടെ ഒരു വിധം വൈജ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് രാജീവ് ശിവേട്ടനോട് പറയും, ശിവേട്ട, ഇനി ഇത് വച്ചോണ്ടിരിക്കരുത്. എത്രയും പെട്ടെന്ന് ഗംഗേട്ടനെ കൂടി കാര്യങ്ങൾ അറിയിച്ചിട്ട് ചേട്ടനോട് കൂടി ഇങ്ങോട്ട് വരാനായിട്ട് പറയണം. ഇത് ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നം വഷളാവാണ്. അപ്പൊ ശിവേട്ടൻ പറയുന്നുണ്ട്, നാളെ രാവിലെ ആവട്ടെ, ഞാൻ എന്തായാലും ഗംഗാധരനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയാം എന്നെല്ലാം ശിവേട്ടൻ പറയാണ്. പിന്നീട് കാണിക്കുന്നത് അലീന രാത്രിത്തേക്കുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി എല്ലാവരെയും വിളിക്കുന്നുണ്ട്. രോഹിത്തും ബബിതയും കൃഷ്ണമോളും ബാലേന്ദ്രനും എല്ലാവരും തന്നെ കഴിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും വൈജ മാത്രം വരുന്നില്ല. അലീന അപ്പൊ ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ, നീ മാഡത്തിനെ കഴിക്കാനായിട്ട് വിളിച്ചില്ലേ? മോള് പോയിട്ട് അമ്മയെ വിളിച്ചോണ്ട് വാ. ശരി ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളപ്പോ വൈജയുടെ അടുത്തേക്ക് പോവാണ്. അമ്മ എന്താ കഴിക്കാൻ വരുന്നില്ലേ? അലീന ചേച്ചി ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും വേണ്ട അവളുടെ ഭക്ഷണം. അച്ഛനും മക്കളും അങ്ങോട്ട് കഴിച്ചാൽ മതി. എന്തിനാണ് അമ്മ അച്ഛനോടും ചേച്ചിയോടും ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത്? ചേച്ചി അമ്മയോട് എന്ത് തെറ്റാണ് ചെയ്തത്? ദേ കൃഷ്ണമോളെ, അലീന പുരാണം പറയാതെ നീ അങ്ങോട്ട് പോവാൻ നോക്ക്. അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. ഹോ, ഇപ്പൊ ഞാൻ അമ്മയെ വന്ന് വിളിച്ചതായ കുഴപ്പം. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് താഴത്തേക്ക് പോവാണ്. ചേച്ചി, അമ്മയ്ക്ക് ചേച്ചിയുടെ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞു. ഹോ, അങ്ങനെ പറഞ്ഞു. എന്നാൽ അവളോട് വന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ എന്നെല്ലാം ബാലേന്ദ്രൻ പറയും. എനിക്കൊന്ന് വയ്യ അച്ഛാ, അമ്മ ഇപ്പൊ തന്നെ ദേഷ്യത്തിലാണ്. എന്നാ മക്കള് കഴിച്ചോ, അമ്മ വിശക്കുമ്പോളെ വേണമെങ്കിൽ വന്ന് കഴിച്ചോളൂ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെല്ലാം ഭക്ഷണം കഴിക്കാണ്. വൈജ അവിടെ ഓരോന്ന് ആലോചിച്ച് നിറ കണ്ണുകളോട് കൂടെ ഒരേ കിടപ്പാകും. അങ്ങനെ പിന്നീട് അതിരാവിലെ തന്നെ ശിവശങ്കർ ഗംഗേനെ വിളിക്കും. ആദ്യം വിളിക്കുമ്പോ ഫോൺ എടുക്കുന്നില്ലെങ്കിലും പിന്നീട് കുറച്ചു കഴിഞ്ഞ് വീണ്ടും വിളിക്കുമ്പോ ഗംഗാധരൻ ഫോൺ എടുക്കാണ്. ഹലോ ഗംഗേട്ടാ, ഞങ്ങളെല്ലാരും എത്ര ദിവസമായിട്ട് മാറി മാറി വിളിക്കാണ് ചേട്ടനെ. ചേട്ടൻ എന്താ ഫോൺ എടുക്കാത്തെ? ഹോ, അത് പിന്നെ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ലായിരുന്നു. ബിസിനസിന്റെ ഒക്കെ കുറെ പ്രശ്നങ്ങൾ. അതൊക്കെ പോട്ടെ, നിങ്ങളിപ്പോ എന്താ എന്നെ വിളിക്കാൻ കാരണം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ശിവശങ്കർ പറയും, പ്രശ്നങ്ങളേ ഉള്ളൂ, എനിക്കല്ല വൈജയ്ക്ക്.
ആ അലീന അവള് കാരണം വൈജയ്ക്ക് പൊറുതി മുട്ടിയിരിക്കുകയാണ്. ആത്മഹത്യയുടെ വക്കിൽ നിന്നാണ് അവൾ ഇന്നലെ എന്നെ ഫോണിൽ വിളിച്ചത്. അപ്പൊ ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി? വൈജ ഇപ്പൊ എവിടെയുള്ളത്? എന്താ പ്രശ്നം എന്താ? വൈജ ഇപ്പൊ കടപ്പാട്ടൂര് തന്നെയാണ് ഗംഗേട്ട. പ്രശ്നം ആ അലീന തന്നെയാണ്. ആ അലീന അവിടെ നിൽക്കുന്നതിൽ വൈജയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. പല തവണകളായിട്ട് വൈജ അവളെ പുറത്താക്കാൻ നോക്കിയിട്ടും ബാലേന്ദ്രൻ അവളെ അവിടെ പിടിച്ചു നിർത്തുന്നു. അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇപ്പോൾ ആ അലീനയാണ്. വൈജയ്ക്കും മക്കൾക്കും അവിടെ ഒരു സ്ഥാനമില്ലാത്ത പോലെ ആയിട്ടുണ്ട്. ഞങ്ങള് ബാലേന്ദ്രനുമായിട്ടൊന്ന് ഏറ്റുമുട്ടാൻ നോക്കി. പക്ഷെ അയാൾ അമ്പിന് വില്ലിന് അടുക്കുന്നില്ല. അപ്പൊ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, നിങ്ങൾ ബാലേന്ദ്രനുമായിട്ട് ഒരു പ്രശ്നത്തിനും പോകരുത്. ഇവിടെ അയാളല്ല തെറ്റുകാരൻ, നമ്മുടെ വൈജ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒരിക്കലും അയാളുമായിട്ട് ഒരു ഏറ്റുമുട്ടലിൽ നിൽക്കരുത്. അപ്പൊ രാജീവ് ശിവേന്റെ കയ്യിൽ നിന്ന് ഫോണെല്ലാം വാങ്ങിയിട്ട് ചോദിക്കും, അതെന്താ ഗംഗേട്ടാ, ചേട്ടൻ എന്താ അങ്ങനെ പറഞ്ഞത്? ചേട്ടൻ അറിയോ അയാൾ എന്നെ തല്ലി. എനിക്ക് തിരിച്ചു കൊടുക്കാൻ അറിയാത്തത് കൊണ്ടല്ല. ഞാൻ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കേസായി. പിന്നെ എനിക്ക് തിരിച്ച് സിംഗപ്പൂരിലേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു കൊടുക്കാത്തത്. നമ്മൾ എന്തിനാണ് അയാളെ പേടിക്കുന്നത് എന്നൊക്കെ രാജീവ് ചോദിക്കാണ്. അപ്പൊ ഗംഗാധരൻ പറയും, നിങ്ങളെല്ലാം അവിടെ പോയിട്ട് എന്താണ് കാട്ടിക്കൂട്ടിയത്? നിങ്ങൾ കരുതുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ. ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. വൈജയുടെ ഭൂതകാലമെല്ലാം അയാൾ അറിഞ്ഞത് കൊണ്ടാണ് അയാൾ ഇപ്പൊ വൈജയോട് ഇങ്ങനെ പെരുമാറുന്നത്. നിങ്ങളെല്ലാം ചേർന്ന് ഇപ്പൊ ഇല്ലാതാക്കുന്നത് വൈജയുടെ ജീവിതം തന്നെയാണ്. അപ്പൊ രാജീവ് ചോദിക്കും, ഗംഗേണ്ണ ഇത് എന്തൊക്കെയാണ് പറയുന്നത്? എന്ത് സത്യം അറിഞ്ഞു എന്നാണ്? എടാ, 22 വർഷം മുമ്പ് വൈജ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചത് നിങ്ങളെല്ലാരും മറന്നുപോയോ? ആ കാര്യങ്ങളും വൈജയ്ക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയം ഉള്ളതുൾപ്പെടെ അതിലൊരു കുഞ്ഞ് ജനിച്ചതുവരെ ബാലേന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അലീനെ അവിടെ വെച്ചുകൊണ്ട് ബാലേന്ദ്രൻ അലീനയോട് പ്രതികാരം തീർക്കുന്നത്. നിങ്ങൾ വെറുതെ തീക്കൊള്ളിക്കൊണ്ട് അയാളെ കുത്തിയാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അയാൾ ഇപ്പോൾ എല്ലാം പറഞ്ഞ് ചങ്ക് തകർന്നാണ് നിൽക്കുന്നത്. അതിനിടയിൽ അവരുടെ കുടുംബ വിഷയത്തിൽ നമ്മൾ ഇടപെട്ട് നമ്മൾ പ്രശ്നം വഷളാക്കേണ്ട. വൈജ ഇപ്പൊ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ ബാലേന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞത്. അവളെങ്ങാനും പറഞ്ഞാൽ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. അവൾക്ക് തന്നെയാണ് നഷ്ടം. അവളുടെ മക്കൾക്ക് പോയി. അതുകൊണ്ട് നിങ്ങളായിട്ട് പോയിക്കൊണ്ട് ബാലേന്ദ്രനെ ചൊറിയാൻ നിൽക്കണ്ട. ഇത് കേട്ടപ്പോ ശിവേണ്ണ രാജീവും പറയുന്നുണ്ട്, എന്തായാലും ഗംഗേണ്ണ ഇവിടെ വരെ വന്നേ പറ്റൂ. വൈദ്യ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും അവളെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാലോ. ഇല്ലെങ്കിൽ അവള് വല്ല കടുങ്കൈ ചെയ്തു പോകും. അതൊക്കെ ഞാൻ വരാം. പക്ഷെ ഞാൻ വരുന്നത് വരെ നിങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരവിടെ ഫോണ് വെക്കാണ്. പിന്നീട് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഗംഗാധര മേനോനും മാലതിയും നാട്ടിലെത്തുന്നുണ്ട്. എന്നിട്ട് കൊല്ലപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഗംഗാധരനെ കണ്ട് കമല ചോദിക്കും, ഗംഗേട്ടാ നിങ്ങൾ എപ്പോ എത്തി? വാ കയറിയിരിക്കി. അല്ല, ശിവനും രാജീവൊക്കെ എവിടെ? അവര് പുറത്തു പോയതാണ്, ഇപ്പൊ വരും. ഞാൻ ചായ എടുക്കാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കമല അപ്പൊ ചായ ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് പോകും. അപ്പൊ ഗംഗേണ്ണും മാലതിയും നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ മോനെ, നീ എപ്പോ വന്നു? മോളെ ഇരിക്കി. ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ അമ്മേ. അമ്മ വൈജയുടെ വീട്ടിലല്ലായിരുന്നോ? ഹോ, അതൊന്നും പറയാത്തതാണ് മോനെ നല്ലത്. വൈജയും ബാലേന്ദ്രനും ഏകദേശം അടിച്ചു പിരിയുന്ന മട്ടാണ്. അലീന വന്നത് മുതൽ അവിടെ മൊത്തം പ്രശ്നങ്ങളാണ്. അതെന്താ അമ്മേ, അവൾ അത്ര പ്രശ്നക്കാരിയാണോ? അല്ല മോനെ, അതൊരു പാവം പെൺകൊച്ചാണ്. വൈജിക്ക് അതിനെ കണ്ണെടുത്താ കണ്ടൂടാ. ബാലേന്ദ്രനാണെങ്കിലോ പെട്ടെന്ന് അലീനയോട് എന്നുമില്ലാത്തൊരു സ്നേഹക്കൂടുതലും. അതോടുകൂടി അവർക്കിടയിൽ പ്രശ്നങ്ങൾ തുടങ്ങി. വൈജയ് രാജീവും ഒരു ദിവസം ആ പെൺകൊച്ചിനെ വലിച്ചിഴച്ച് റോട്ടിലേക്ക് തള്ളി. ഈ മഹാഭാവൊക്കെ അവളെ എവിടെ കൊണ്ടുപോയി തീർക്കാനാണാവോ? നീ വൈജയെ കണ്ട് അവളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്ക് എന്നൊക്കെ മുത്തശ്ശി പറയാണ്. അപ്പൊ തന്നെ ഗംഗാധരന്റെ കാര്യം മനസ്സിലായി. അപ്പൊ ഞാൻ കണക്ക് കൂട്ടിയത് പോലെ തന്നെ അലീന വൈജയുടെ മകൾ തന്നെ. ആ ഒരു സത്യം ഇപ്പൊ ബാലേന്ദ്രൻ അറിഞ്ഞു കാണണം. അതുകൊണ്ടായിരിക്കും ബാലേന്ദ്രൻ അവളെ എവിടെയും വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ഗംഗാധര മേനോൻ അവിടെ ചിന്തിക്കും. അങ്ങനെ പിന്നീട് ശിവശങ്കറും രാജീവും അങ്ങോട്ട് വരുന്നുണ്ട്. ആ ഗംഗേട്ട മാലതേർത്തി നിങ്ങൾ എപ്പോ വന്നു? ഞങ്ങൾ ഇതപ്പോ വന്നിട്ട് കുറച്ച് സമയമായി. അതൊക്കെ പോട്ടെ, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഒന്ന് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ ചോദിക്കും, എന്താ നിങ്ങളുടെ തീരുമാനം? അപ്പൊ രാജീവ് പറയും, ബാലേന്ദ്രൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു, അതൊക്കെ ശരി തന്നെ. അതും അലീനയും തമ്മിൽ എന്താണ് ബന്ധം? അവളെ പുറത്താക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അപ്പൊ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല. അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് ബാലേന്ദ്രൻ മാത്രമല്ല ഞാനും സമ്മതിക്കില്ല. നിങ്ങൾക്കൊക്കെ എന്താ അവളോട് ഇത്രമാത്രം താല്പര്യം, ഇത്രമാത്രം അവളെ കെയർ ചെയ്യാൻ എന്നൊക്കെ രാജീവും ശിവശങ്കറും ചോദിക്കാണ്. അവൾ ആരാ എന്ന് നിങ്ങൾക്ക് അറിയണോ? 22 വർഷം മുന്നേ വൈജ പ്രസവിച്ച മകളാണ് അലീന. ഇത് കേട്ടതും ശിവശങ്കറും രാജീവൊക്കെ അവിടെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? അപ്പൊ ഗംഗാധര മേനോൻ പറയും, ബാലേന്ദ്രൻ അവളെ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ അലീന വൈജയുടെ മകളാണെന്ന സത്യം ബാലേന്ദ്രൻ അറിഞ്ഞത് കൊണ്ട് തന്നെയായിരിക്കും. എന്തായാലും നിങ്ങളിപ്പോൾ അലീനയോട് കൊടും ക്രൂരതകൾ ചെയ്തിട്ട് പിന്നീട് അതിൽ പശ്ചാത്താപം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഗംഗേണ്ണ അവിടുന്ന് പോകും. ഇത് കേട്ടതോടുകൂടി അലീനെ പുറത്താക്കണമെന്നൊരു തീരുമാനം മാറ്റാണ് രാജീവ് ശിവേണ്ണും. ഒരു 100 വട്ടമെങ്കിലും ശിവേണ്ണും രാജീവൊക്കെ അലീനയോട് മനസ്സിൽ മാപ്പ് പറഞ്ഞിട്ടുണ്ടാകും. അതിനുശേഷം ശിവേണ്ണും രാജീവൊക്കെ തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോവാണ്. വൈജയോട് ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടുപേരും പോകുന്നത്. പിന്നീട് മാലതിയും ഗംഗാധര മേനോനും കടപ്പാട്ടൂരിൽ എത്തും. വൈജയെ കണ്ട് ഗംഗാധരൻ ചോദിക്കും, എന്താടി നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നു? ഹോ, അത് പിന്നെ ഒന്നുമില്ല. ഏട്ടനും ഏട്ടത്തി എപ്പോഴാ എത്തിയേ? ഞങ്ങൾ ഇന്നലെ എത്തി. നിന്റെ അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിപ്പോ വേഗം വന്നത്. ഹോ, നിങ്ങൾ വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ബാലേന്ദ്രനെ സപ്പോർട്ട് ചെയ്യാനല്ലേ?
പിന്നെ അവനെ അല്ലാതെ ഞങ്ങൾ നിന്നെ സപ്പോർട്ട് ചെയ്യണോ? ഓ, എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ അത് മാത്രമേ പറയാനുള്ളൂ. ഞാൻ നിങ്ങളോടൊക്കെ 100 വട്ടം പറഞ്ഞതാണ് എനിക്കൊരു വിവാഹം വേണ്ടെന്ന്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ചുകൊണ്ടല്ലേ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളെല്ലാം കൂടി എന്റെ തലയിൽ ബാലേന്ദ്രനെ കെട്ടിവെച്ചു എന്നൊക്കെ പറഞ്ഞോണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് വൈജ അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. അപ്പോൾ അവിടേക്ക് അലീന വരും. സാറ് മേഡം എപ്പോ വന്നു? ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ്, ഒന്നും വേണ്ട, ഞങ്ങള് നിന്നെ കൂടി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അപ്പോൾ അലീന പറയും, ഞാൻ പോകാൻ തയ്യാറായതാണ്, പക്ഷേ ബാലേന്ദ്രൻ സാർ സമ്മതിച്ചില്ല. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. നിന്നോട് ഇവിടുന്ന് പോകാൻ പറയാൻ വേണ്ടിയല്ല ഞങ്ങൾ വന്നത്. നീ ഇവിടുന്ന് പോകരുതെന്ന് പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ഇത് നിനക്ക് കൂടി അവകാശപ്പെട്ട വീടാണ്. ഇത് കേട്ടതും അലീന അവിടെ നിന്ന് ഞെട്ടുന്നുണ്ട്. അതെങ്ങനെ ശരിയാകും? ഞാൻ ഇവിടുത്തെ സെർവന്റ് അല്ലേ? അപ്പൊ മാലതി പറയും, മോളിനി ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒന്നും ഒളിക്കണ്ട. സത്യങ്ങൾ മൊത്തം ഞങ്ങൾ അറിഞ്ഞു. ബാലേന്ദ്രൻ സത്യങ്ങളെല്ലാം അറിഞ്ഞു അല്ലേ നീ വൈജയുടെ മകളാണെന്ന്? ഇത് കേട്ടതും അലീനയ്ക്ക് അവിടെ ഷോക്കാവാണ്. അലീന ഗംഗാധര മേനോനെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. നീ നോക്കണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. നിന്നെ കണ്ടപ്പോ തന്നെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയതാണ്. അന്ന് ഞങ്ങളുടെ അച്ഛൻ വൈജയോട് പറഞ്ഞത് നിന്റെ മകൾ മരിച്ചു എന്നാണ്. അവൾക്കറിയില്ല അവളുടെ മകൾ ജീവിച്ചിരിക്കുന്നത്. പിന്നെ 3 വർഷം മുമ്പ് നീ എന്തോ ഒരു അസുഖം ബാധിച്ച് മരിച്ചു എന്നൊക്കെയാണ് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞത്. എന്നാ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്നത്. അച്ഛൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ വൈജയുടെ മകളായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം അച്ഛൻ നിന്നെ അവളുടെ അടുത്ത് എത്തിച്ചത് എന്നൊക്കെ ഗംഗാധരൻ പറയുമ്പോ അലീനയ്ക്ക് അവിടെ ഷോക്കാവാണ്. നീ വിഷമിക്കണ്ട മോളെ, നീ അനാഥയല്ല, നിനക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഇന്ന് തിരിച്ചു പോകുകയാണ്. എന്തായാലും പോകുന്ന വഴിക്ക് ഞങ്ങൾ ബാലേന്ദ്രനെ കയറി കണ്ടോളാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകും. അപ്പോൾ അലീന ഇങ്ങനെ മനസ്സിൽ പറയും, ഇനി ഞാൻ ഇവിടെ നിൽക്കാൻ പാടില്ല. ഓരോരുത്തരായിട്ട് സത്യങ്ങളെല്ലാം അറിഞ്ഞു വരുന്നു. എന്റെ അമ്മ ഇതറിഞ്ഞാൽ എന്താകുമെന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നെല്ലാം അലീന പറയാണ്. എന്തായാലും ഗംഗാധര മേനോനും മാലതിയും സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതുപോലെ ശിവശങ്കർ രാജീവും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിലൊന്നും ഒരു തെളിവില്ലാത്തത് കൊണ്ട് അവരങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.